കോഴിക്കോട്ട് ബൈക്ക് മോഷണം നടത്തിയ പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ പിടികൂടി പോലീസ്. നഗരപരിധിയിൽ ബൈക്ക് മോഷണം സ്ഥിരമായതോടെ നടത്തിയ അന്വേഷണത്തിലാണ് കുട്ടി മോഷ്ടാക്കൾ കുടുങ്ങിയത്. ഒരു മാസത്തിനിടെ 4 ബൈക്കുകളാണ് മോഷണം പോയത്. 4000 മുതൽ 10,000 രൂപയ്ക്കാണ് ബൈക്കുകൾ രൂപമാറ്റം വരുത്തി വിറ്റിരുന്നത്. അഭിജിത്ത് മുടക്കുന്ന വിവരങ്ങളുമായി. അഭിജിത്ത്, ഇപ്പോൾ ഏത് പ്രായത്തിലുള്ള കുട്ടികളാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്? ഇവരുടെ സ്ഥിരം പരിപാടിയാണെന്നാണോ പോലീസ് പറയുന്നത്? തീർച്ചയായും സ്മൃതി, അങ്ങനെ തന്നെയാണ്. പ്രായപൂർത്തിയാകാത്ത 2 കുട്ടികളാണ് ഇപ്പോൾ പോലീസിന്റെ പിടിയിലായിട്ടുള്ളത്. കഴിഞ്ഞ ഒരു മാസത്തിനിടെ നഗരപരിധിയിൽ 4ഓളം ബൈക്കുകൾ മോഷണം പോയിരുന്നു. പിന്നാലെ പോലീസ് CCTV ദൃശ്യങ്ങൾ ശേഖരിക്കുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തതാണ്. പക്ഷെ അപ്പോഴും പ്രായപൂർത്തിയാകാത്ത കുട്ടികളാണ് ഈ മോഷണത്തിന് പിന്നിലെന്ന് പോലീസ് കരുതിയിരുന്നില്ല. അതിനിടയിലാണ് ഈ ട്രാഫിക് പോലീസിന്റെ പരിശോധനയ്ക്കിടയിൽ ഒരു പ്രായപൂർത്തിയാകാത്ത കുട്ടി ബൈക്കുമായി വരുന്നത് ശ്രദ്ധയിൽപ്പെടുന്നതും തടഞ്ഞു നിർത്തി ട്രാഫിക് പോലീസ് ചോദ്യം ചെയ്യുന്നതും. അങ്ങനെയാണ് ഈ സംഭവത്തിലേക്ക് പോലീസിന് എത്തിച്ചേരാൻ കഴിയുന്നത്. ഈ കുട്ടിയെ ചോദ്യം ചെയ്തതോടെ കൂടുതൽ പേർ ഈ മോഷണത്തിന് പിന്നിലുണ്ട് എന്ന് മനസ്സിലാക്കുകയായിരുന്നു. ഇവരുടെ രീതി പോലീസ് പറയുന്നതനുസരിച്ച് ഈ ബൈക്കുകൾ മോഷ്ടിക്കുന്നു, പിന്നീട് 4000 രൂപ മുതൽ 10,000 രൂപ വരെ വിലയ്ക്ക് ഈ ബൈക്കുകൾ വിൽക്കുകയാണ് ഇവരുടെ പതിവ്. ഒപ്പം തന്നെ ഇതിന് രൂപമാറ്റമൊക്കെ ഇവർ വരുത്തും. സ്പ്രേ പെയിന്റ് അടിക്കുകയും ഈ നമ്പർ പ്ലേറ്റിന് രൂപമാറ്റം വരുത്തിയൊക്കെയാണ് ഇവർ തിരിച്ചറിയാതിരിക്കാനുള്ള സൂത്രപ്പണികൾ ഈ ബൈക്കിൽ നടത്താറുള്ളത്. ഏതായാലും കൂടുതൽ പേർ ഇങ്ങനെ ഒരു മോഷണത്തിന് പിന്നിലുണ്ട് എന്നുള്ളൊരു നിഗമനത്തിലേക്ക് ഏതായാലും പോലീസ് എത്തിയിട്ടുണ്ട്. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമുള്ള നടപടികളാണ് നിലവിൽ ഇപ്പോൾ ഈ പിടിയിലായ 2 കുട്ടികൾക്കെതിരെ സ്വീകരിച്ചിട്ടുള്ളത്. സ്മൃതി, അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങൾ നൽകിയത്.